വഴികളിലൂടൊന്നും വണ്ണം കുറയ്ക്കാതെ ഞാൻ പറഞ്ഞ പോലെ ഒരു ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് നിങ്ങളുടെ PCOD, തൈറോയിഡ് അങ്ങനെയുള്ള എല്ലാം ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് കുറയ്ക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ചെയ്താൽ മതി. ഹലോ, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ണം എല്ലാവർക്കും ഒരു പ്രശ്നമാണല്ലേ. ഞാനും എൻ്റെ വെയിറ്റ് ലോസിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വണ്ണം കുറച്ചത്, എന്താണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വിഷയം അതൊന്നുമല്ല. നമ്മളെല്ലാം 2 ദിവസം മുന്നേ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. വണ്ണം കുറയ്ക്കാൻ പോയിട്ട് വയറിലെ കൊഴുപ്പ് കുറയ്ക്കാൻ വേണ്ടി ഒരു കുട്ടി പോയിട്ട് ആ കുട്ടി ശസ്ത്രക്രിയ ചെയ്തിട്ട് ഇപ്പോൾ ഗുരുതരാവസ്ഥയിലാണെന്നും കുറച്ച് വിരലുകളൊക്കെ മുറിച്ച് മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാർത്ത നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. അപ്പം അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമം തോന്നി. ആ കുട്ടി അത് എന്തിനാ ചെയ്യാൻ പോയെന്ന് നമുക്കറിയത്തില്ല. ഇനി സ്വന്തം ഇഷ്ടപ്രകാരം വയറ് ഉള്ളത് വൃത്തികേടായിട്ട് തോന്നിയിട്ടാണോ, ഇനി ആരെങ്കിലും വണ്ണമാണ് അല്ല വയറാണ് ഭയങ്കര മോശമാണെന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ ആരെങ്കിലും മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ആ ഒരു വാർത്ത കണ്ടപ്പോൾ 1-2 കാര്യങ്ങൾ എൻ്റെ അനുഭവങ്ങളും കൂടെ എനിക്ക് നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് നമുക്ക് വണ്ണം ഉണ്ടെങ്കിൽ നമ്മളെക്കാളും പ്രശ്നം നമ്മളെ കാണുന്നവർക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കും നേരത്തെ ഒന്നും വണ്ണമുള്ള ഒരാളല്ലായിരുന്നു. ഞാനും ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നന്നായിട്ട് വണ്ണം വെച്ചത്. നന്നായിട്ട് വണ്ണം വെച്ചാൽ ഹൈറ്റ് കുറവായിട്ട് നല്ലതായിട്ട് വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് അത് കുറയ്ക്കാനോ അല്ലെങ്കിൽ കുറയ്ക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാനോ ഒന്നും പോയിട്ടുള്ള ഒരാളല്ലായിരുന്നു കേട്ടോ. ആ സമയത്ത് കുഞ്ഞിനെ നോക്കുക, പിന്നെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം അതിനിടയ്ക്ക് ഈ വണ്ണം ഒന്നും ശ്രദ്ധിക്കാനുള്ള സമയം സത്യം പറഞ്ഞാൽ എനിക്കില്ലായിരുന്നു. അപ്പം ഈ വണ്ണമായ സമയത്ത് ഒരുപാട് അടുത്തുനിന്ന് ഇങ്ങനെ വണ്ണമാണ്, ഭയങ്കര വയറായി, ഇത് എന്തുവാ. എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ മെലിഞ്ഞ ഒരാളാണ്. അപ്പം ഇതെന്തുവാ, മൊത്തം നീയാണോ കഴിക്കുന്നത്, വീട്ടിലുണ്ടാകുന്ന ഫുഡെല്ലാം നീയാണോ കഴിക്കുന്നത്, കുഞ്ഞിനും കൊടുക്കത്തില്ലയോ, അവനൊന്നും കൊടുക്കത്തില്ല, ഇങ്ങനെയൊക്കെ പല സൈഡിൽ നിന്നും പലരും മാനസികമായിട്ട് എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും എനിക്ക് വിഷമം തോന്നുമെങ്കിലും ഞാൻ അതങ്ങ് വിടും കേട്ടോ. പക്ഷെ അവർ നന്നായിട്ട് നമ്മളെ കളിയാക്കുന്ന രീതി തന്നെയാണ് പറയുന്നത്. ഒന്നത് ഹൈറ്റ് കുറയാണ്ട് ഉരുണ്ടിരിക്കുന്നു, കുട്ടിയാനെയാണോ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് ഒരിക്കലും എന്നോട് എനിക്ക് വണ്ണമാണ് എന്ന് പറഞ്ഞിട്ട് എന്നോട് ഒരിക്കലും മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, കുറയ്ക്കണമെന്ന് പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരുപാട് വണ്ണമായ സമയത്ത് സ്നേഹത്തോടെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് കാലിനൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ വേദനയൊക്കെ വരും, അപ്പം വണ്ണം ഒരുപാട് വെക്കാൻ നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ എൻ്റെ മോക്കൊരു 6-8 വയസ്സായിട്ടാണ് ഞാൻ എൻ്റെ വണ്ണം കുറയ്ക്കുന്നതിനെ കുറിച്ചൊന്ന് ചിന്തിച്ചത്. ആ സമയത്ത് ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് തൈറോയിഡൊക്കെ കൂടിയ സമയത്താണ് ഞാനും ഒന്ന് വെയിറ്റ് കുറയ്ക്കാമെന്നൊക്കെ വിചാരിച്ച് ഡോക്ടറെ കണ്ടപ്പോൾ ഒരു ഡോക്ടറെ കണ്ടിട്ടാണ് ഞാനും എൻ്റെ വെയിറ്റ് കുറയ്ക്കുന്നതിനെ കുറിച്ച് തീരുമാനിച്ചത്, വെയിറ്റിനെയും കുറയ്ക്കാം എന്നുള്ള രീതിയിൽ. അപ്പം ഇത്രയും ഒരു കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ വേറെ ഒന്നുമില്ല. നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് നിങ്ങളുടെ ഹെൽത്ത് അതിന് ഓക്കെയാണ്, നിങ്ങൾക്ക് എക്സസൈസും ഡയറ്റും ചെയ്യാൻ പറ്റും, ഒരു കുഴപ്പമില്ല, ഒരു ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് നിങ്ങളുടെ PCOD, തൈറോയിഡ് അങ്ങനെയുള്ള എല്ലാം ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ ചെയ്യാവൂന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയുന്നത്. കാരണം നമ്മളല്ലാണ്ട് എക്സസൈസും ഡയറ്റും അല്ലാതെ എങ്ങനെ വണ്ണം കുറച്ചാലും ആ വണ്ണം നമുക്ക് തിരിച്ചു വരും, അത് ഉറപ്പാണ്. കാരണം ഞാനൊക്കെ എന്ന് വെച്ചാൽ പച്ചവെള്ളം കുടിച്ചാലും തടിക്കുന്ന ഒരാളാണ്. ഞാൻ വണ്ണം കുറച്ച് 2 പ്രാവശ്യം വീണ്ടും വണ്ണം വെച്ച ആളാണ് കഴിച്ചപ്പോൾ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നിങ്ങളോട്. അപ്പം നിങ്ങൾ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഡോക്ടറെ കാണുക, എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ വണ്ണം കുറച്ചോ. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, ഈ ഏതെങ്കിലും ഒരു സാധനം ഒഴിവാക്കിയിട്ട് വണ്ണം കുറയ്ക്കാൻ നോക്കിയാലും അത് നമുക്ക് മുന്നോട്ട് ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ചോറ്, ചിലർ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ചോറ് കഴിക്കില്ല, പഞ്ചസാര കഴിക്കില്ല, ബേക്കറി കഴിക്കില്ല, അതുപോലെ വറുത്തതും പൊരിച്ചതും ഒന്നും കഴിക്കില്ല. പക്ഷെ അവർക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമായിരിക്കും. അവർ പെട്ടെന്ന് അതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി ഡയറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇതൊക്കെ പഞ്ചസാരയൊക്കെ ചിലർക്ക് ഇഷ്ടമല്ലായിരിക്കും, കഴിക്കാൻ മധുരം ഇഷ്ടമില്ലാത്തവരുണ്ടാകും, പക്ഷെ അവർക്കതൊരു ബുദ്ധിമുട്ടായിരിക്കില്ല. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ഡയറ്റ് ചെയ്താൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനേ പറ്റത്തില്ല. കാരണം നമുക്ക് ഒരാഴ്ച ഡയറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ക്രേവിങ്സ് ഉണ്ടാകും ഇത് കഴിക്കാനായിട്ട്. അപ്പം നമ്മൾ ഈ ഒരാഴ്ച എടുത്ത ഡയറ്റിൻ്റെ ഇരട്ടിയായിട്ട് നമ്മൾ അടുത്ത ആഴ്ച കഴിക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എന്താണോ കഴിക്കുന്നത് അതിൻ്റെ അളവ് കുറച്ച് കഴിക്കുക. അങ്ങനെ കഴിച്ചാൽ മാത്രമേ നമുക്ക് ജീവിതകാലം മൊത്തം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് നമ്മൾ കുറച്ച് നാൾ വണ്ണം വെക്കും, വണ്ണം കുറയും, അങ്ങനെ പോകാൻ പറ്റും. നമ്മൾ കഴിക്കുന്നതിൻ്റെ എല്ലാം അളവൊന്ന് കുറയ്ക്കുക, അങ്ങനെ മാത്രം ചെയ്താൽ മതി. അതുപോലെ എക്സസൈസും, ചിലർക്കൊക്കെ എക്സസൈസ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. ഇപ്പം വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ ചിലർക്ക് ഭയങ്കര മടിയായിരിക്കും എക്സസൈസ് ഒക്കെ ചെയ്യാനായിട്ട്. അങ്ങനെയുള്ളവർ ഒരു അരമണിക്കൂർ നടക്കാനെങ്കിലും നോക്കണം. ഒരു അരമണിക്കൂർ നടക്കാൻ എന്തായാലും എല്ലാവർക്കും സമയം കിട്ടുമായിരിക്കുമല്ലോ. രാവിലെ വൈകുന്നേരം അരമണിക്കൂർ നടന്നാൽ മതി, എക്സസൈസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എപ്പോഴും നമുക്ക് എക്സസൈസുകൾ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നത്. കാരണം വയറൊക്കെ ആണെങ്കിലും നമുക്ക് തൂങ്ങിക്കിടക്കുന്ന വയറിനെയൊക്കെ ഒന്ന് ടെമ്പറായിട്ട് ഇങ്ങനെ ഇരുത്താൻ പറ്റുന്നത് നമ്മൾ എക്സസൈസുകൾ ചെയ്യുമ്പോഴിങ്ങനെ
നേരെ വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. തൂങ്ങിയ വയറ്, സിസേറിനെ കഴിഞ്ഞ് തൂങ്ങിയ വയറ് നേരെ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്താൽ മാത്രം, അല്ലെങ്കിൽ നമ്മൾ എത്ര ഫുഡ് കുറച്ചാലും വയറ് കുറയും, പക്ഷെ അത് തൂങ്ങി തന്നെ കിടക്കത്തുള്ളൂ. എനിക്കത് എക്സസൈസ് ചെയ്തിട്ട് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളോട്. നിങ്ങൾക്ക് ഒന്നും പറ്റിയില്ലെങ്കിൽ വയറകത്തോട്ട് ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട് നിങ്ങൾ നടന്നാൽ മതി ഒരു അരമണിക്കൂർ, വയറ് നന്നായിട്ട് കുറയും. പിന്നെ ഒരുപാട് ധാരാളം വെള്ളം കുടിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് കുറച്ചാൽ മതി. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ വണ്ണം കുറയ്ക്കാൻ നോക്കുകയാണെങ്കിൽ മാസം ചിലപ്പോൾ 1-2 കിലോ ഒക്കെ കുറയത്തുള്ളായിരിക്കും. പക്ഷെ അത് മതി. ഒരുപാട് നമ്മൾ ഫുഡ് അങ്ങോട്ട് കഴിക്കാതെ പെട്ടെന്ന് വണ്ണം കുറച്ചാലും അതും നമുക്ക് ബോഡിക്ക് കുഴപ്പമാണ്. അതിലും നല്ലത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് ഒന്ന് അളവ് കുറച്ച് കഴിച്ചിട്ട് പതുക്കെ കുറയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ പതുക്കെയാണ് എൻ്റെ വണ്ണമൊക്കെ കുറച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ഈ ഒരു ഇടകൊണ്ട് കുറച്ച് ദിവസം എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുകയായിരുന്നു. അപ്പം എനിക്ക് വീണ്ടും കുറച്ച് വണ്ണം വെച്ചു. പക്ഷെ ഞാനത് വീണ്ടും എൻ്റെ ഹെൽത്തൊക്കെ ഓക്കെ ആകുമ്പോൾ ഞാൻ എക്സസൈസ് ചെയ്യുകയും ചെയ്യും. പക്ഷെ ഞാൻ ഭക്ഷണം ഞാൻ അളവനുസരിച്ച് കഴിക്കും. ഞാൻ എപ്പോഴും അങ്ങനെയാണ്. കാരണം ഞാൻ ഇന്ന് ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫുഡ് നല്ലതായിട്ട് കഴിച്ചാൽ നാളെ ഞാൻ അതിനനുസരിച്ച് കഴിക്കും. ഞാൻ ഈ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അങ്ങനെ തന്നെ കുറച്ചാൽ മതി. അങ്ങനെ കുറയ്ക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്. നിങ്ങൾ പിന്നെ ഈ വയറകത്തോട്ട് പിടിച്ചിട്ട് നടക്കാൻ പറയുന്നത് ഫുഡ് കഴിച്ചിട്ട് ഉടനെയൊന്നും അങ്ങനെ ചെയ്യരുത് കേട്ടോ. 2 മണിക്കൂറൊക്കെ കഴിഞ്ഞ ശേഷം മാത്രമേ വയറകത്തോട്ട് പിടിച്ചിട്ട് നടക്കാവൂ, അല്ലെങ്കിൽ കൊളുത്തിയൊക്കെ പിടിക്കും കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ആ ഒരു വാർത്ത കണ്ടപ്പോൾ എൻ്റെ അനുഭവങ്ങളൊക്കെ നിങ്ങളോടും പറയണമെന്ന് തോന്നി. അപ്പോൾ കുറുക്കു വഴികളോടൊന്നും വണ്ണം കുറയ്ക്കാതെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കഴിക്കുന്ന ഫുഡിൻ്റെ അളവ് കുറച്ച് കഴിച്ചുകൊണ്ട് ചെറിയ എക്സസൈസുകളൊക്കെ ചെയ്ത് പതുക്കെ കുറച്ചാൽ മതി. ഇനിയിപ്പോൾ വണ്ണമായിട്ട് നിങ്ങൾക്ക് വണ്ണം കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്കില്ലെങ്കിൽ ആ വണ്ണവും നമുക്ക് നല്ലതാടോ. നമുക്ക് നന്നായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് നന്നായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞാൽ നമ്മളും നല്ലയാ. നമ്മൾക്കൊരു ചിന്തയായിരിക്കും, എനിക്ക് ഭയങ്കര വണ്ണമാണല്ലോ, ഭയങ്കര വയറാണല്ലോ, അങ്ങനൊന്നും ചിന്തിക്കണ്ട. നമ്മൾ എങ്ങനെ ഇരിക്കുന്നോ അതിനെ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് തന്നെ നമ്മളെ ഒന്നും കൂടെ നമ്മളെ സുന്ദരമാക്കാൻ പറ്റുന്നത് നമുക്കാണ്, മറ്റാർക്കുമല്ല. മറ്റാരും പറയുന്നതൊന്നും നമ്മൾ കേൾക്കണം. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നമുക്ക് കുറയ്ക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ചെയ്താൽ മതി. അല്ല വേറൊരാൾ പറയുന്നത് കേട്ടിട്ടൊന്നും ചെയ്യാൻ നിൽക്കേണ്ട. അപ്പോൾ എൻ്റെ കുറച്ച് അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. നിങ്ങൾക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ടാറ്റാ.